യുഎസും ഇസ്രായേലും നടത്തിയ സംയുക്താക്രമണത്തിൽ കൊല്ലപ്പെട്ട ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥൻ അലി ലാരിജാനിയുടെ മരണത്തിൽ കടുത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി. ലാരിജാനിയുടെ മരണത്തിന് വലിയ വില നൽകേണ്ടി വരുമെന്നാണ് മുജ്തബയുടെ മുന്നറിയിപ്പ്. അദ്ദേഹത്തിന്റെ രക്തത്തിന് അപരാധികൾ ഉടൻ തന്നെ വില നൽകേണ്ടി വരും. മുജ്തബ മുന്നറിയിപ്പ് നൽകി. നേതൃനിരയിൽ വലിയ നഷ്ടം സംഭവിച്ചെങ്കിലും തങ്ങളുടെ യുദ്ധ നടപടികൾ തുടരുമെന്ന് ഇറാൻ വ്യക്തമാക്കി. ലാരിജാനിയുടെ വധത്തോടെ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് മാറി. ഉന്നത ഇറാൻ വ്യക്തികളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ വ്യാപിക്കുന്നതിന്റെ സൂചനയാണിത്. ഉന്നത സൈനിക കമാൻഡർമാരെ കൊല്ലപ്പെടുന്നതിൽ നിന്ന് ആരംഭിച്ച് ഉയർന്ന റാങ്കിലുള്ള രാഷ്ട്രീയ സുരക്ഷാ ഉദ്യോഗസ്ഥരിലേക്ക് വ്യാപിച്ച് രാജ്യത്തിന്റെ ഉന്നത നേതൃത്വത്തെ ലക്ഷ്യമിട്ടുള്ള സ്ഥിരമായ ആക്രമണങ്ങൾക്കാണ് ഇറാൻ സാക്ഷ്യം വഹിച്ചു വരുന്നത്. ഇറാനിയൻ സുരക്ഷാ സംവിധാനത്തിലും രാഷ്ട്രീയ സ്ഥാപനത്തിലും കേന്ദ്രീകൃതമായി പങ്കു നിർവഹിക്കുന്ന വ്യക്തിയായതിനാൽ തന്നെ ലാരിജാനിയുടെ കൊലപാതകം ഇതുവരെയുള്ളതിൽ ഏറ്റവും പരിണിത ഫലങ്ങളുള്ള ഒന്നായി മാറി. ഇറാനിലെ ഏറ്റവും സ്വാധീനമുള്ള അധികാര കേന്ദ്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ലാരിജാനി അഭിപ്രായ ഭിന്നതകളുള്ള അധികാര കേന്ദ്രങ്ങൾക്കിടയിൽ ഒരു പാലമായി പ്രവർത്തിച്ചിരുന്നു. മതപരമായ അംഗീകാരവും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായുള്ള അടുത്ത ബന്ധവും രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലെ അനുഭവ പരിചയവും ലാരിജാനിയെ മതനേതൃത്വത്തിനും സുരക്ഷാ സംവിധാനത്തിനും ഇടയിലൊരു പ്രധാന കണ്ണിയാക്കി മാറ്റിയിരുന്നു. യുദ്ധത്തിലെ ഒരു നിർണായക ഘട്ടത്തിൽ ലാരിജാനിയുടെ മരണം ഇറാന്റെ തീരുമാനങ്ങളെ സങ്കീർണമാക്കിയേക്കാമെന്നാണ് സൂചന നൽകുന്നത്. അതേസമയം രാജ്യത്തിന്റെ രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നാണ് വിദേശകാര്യമന്ത്രി സയ്യദ് അബ്ബാസ് അറാഖ്ചി പറയുന്നത്. ഒരൊറ്റ വ്യക്തിയുടെ സാന്നിധ്യമോ അഭാവമോ ഇറാൻ രാഷ്ട്രീയ സമ്പദ്ഘടനയെ ബാധിക്കില്ല എന്നും ഇറാൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. യുദ്ധത്തിലേക്ക് വഴിവെച്ചതിന് അറാഖ്ചി യുഎസിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. മാനുഷിക സാമ്പത്തിക പ്രത്യാഘാതങ്ങൾക്ക് യുഎസ് ആണ് ഉത്തരവാദിത്തമെന്നും അറാഖ്ചി കൂട്ടിച്ചേർത്തു.